പിറ്റേ ദിവസം ക്ലാസ്സിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. സിദ്ധാർത്ഥ് മനഃപൂർവ്വം അവളെ തന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി. അനഘ, ഇന്നലെ തന്ന ഇമ്പോസിഷൻ കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. എങ്കിൽ ബോർഡിൽ ഈ തിയറിയൊന്ന് വിശദീകരിക്കൂ. ഇന്നലെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ നീ. ഇന്ന് എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അവൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴും അവൻ അതിൽ പുതിയ തെറ്റുകൾ കണ്ടുപിടിച്ചു കൊണ്ടേയിരുന്നു. ശരിയായില്ല അനഘ. നീ ഇത് 50 തവണ കൂടി എഴുതി നാളെ എനിക്ക് കാണിച്ചു തരണം. ക്ലാസ് ശ്രദ്ധിക്കാത്തവർക്ക് ഇങ്ങനെയൊക്കെ ശിക്ഷകൾ ആവശ്യമാണ്. അവൾ സങ്കടത്തോടെ അവനെ നോക്കി. താൻ ഇത്രയേറെ സ്നേഹിക്കുന്ന ആൾ തന്നെ ഇത്ര ക്രൂരമായി ശിക്ഷിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ശിക്ഷാ നടപടികൾക്ക് പിന്നിൽ അവളെ തൻ്റെ കൺമുന്നിൽ കൂടുതൽ സമയം നിർത്താനുള്ളൊരു കാമുകൻ്റെ കുസൃതിയായിരുന്നുവെന്ന് പാവം അനഘ അറിഞ്ഞതുമില്ല. കോളേജ് ക്യാമ്പസിൽ അന്നൊരു പ്രത്യേക ഉന്മേഷമായിരുന്നു. എല്ലാവരും ഗേറ്റിന് അടുത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ശബ്ദം കേട്ട് അനഘയും കൂട്ടുകാരികളും തിരിഞ്ഞു നോക്കി. ഹെൽമറ്റ് മാറ്റി ബൈക്കിൽ നിന്നിറങ്ങിയത് അഭിരാമായിരുന്നു. അനഘയുടെ പഴയ സ്കൂൾ സുഹൃത്ത്. അവൻ പഠനം കഴിഞ്ഞ് വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയതാണ്. ഇപ്പോൾ ഇതേ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി ജോയിൻ ചെയ്യാൻ വന്നതാണ്. അനു, അഭിരാം വിളിച്ചു. അനഘയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം വിരിഞ്ഞു. അഭി, നീ ഇപ്പോഴാണ് വന്നത്? അവൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു നിൽക്കുന്നത് ദൂരെ വരാന്തയിൽ നിന്ന് സിദ്ധാർത്ഥ് കണ്ടിരുന്നു. അവൻ്റെ ഉള്ളിൽ ഒരു കനലെരിഞ്ഞു. ഇതുവരെ ക്ലാസ്സിൽ ഗൗരവം മാത്രം കാണിച്ചിരുന്ന സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ ആദ്യമായി അസൂയ എന്ന വികാരം തലപൊക്കി. സ്റ്റാഫ് റൂമിലെ കൂടിക്കാഴ്ച. സിദ്ധാർത്ഥ് സ്റ്റാഫ് റൂമിലിരിക്കുമ്പോഴാണ് അഭിരാം അങ്ങോട്ട് കടന്നു വരുന്നതും. ഹലോ സാർ, ഞാൻ അഭിരാം, പുതിയ കൊമേഴ്സ് ലെക്ചറാണ്. അഭിരാം സിദ്ധാർത്ഥിന് നേരെ കൈകൾ നീട്ടി. സിദ്ധാർത്ഥ് ഒരു തണുപ്പൻ മട്ടിൽ കൈ കൊടുത്തു. സിദ്ധാർത്ഥ്, ഇംഗ്ലീഷ് ലെക്ചറാണ് ഞാൻ. അനഘയെ എനിക്ക് പണ്ടേ അറിയാം സാർ. ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചതെല്ലാം. അവളിപ്പോഴും ആ പഴയ പാവം കുട്ടി തന്നെയാണല്ലേ? അഭിരാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് അത് കേട്ട് പല്ല് ഞെരിച്ചു. അവനൊന്നും മിണ്ടാതെ തൻ്റെ ഫയലുകൾ അടുക്കി വെച്ചു. അടുത്ത പീരീഡ് സിദ്ധാർത്ഥ് അനഘയുടെ ക്ലാസ്സിലേക്ക് കയറി. പതിവിലും കൂടുതൽ ഗൗരവത്തിലാണ് അവൻ. അനഘയുടെ ബെഞ്ചിൽ ഒരു ചെറിയ റോസാപ്പൂവ് ഇരിക്കുന്നത് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചു. അഭിരാം കൊടുത്തതാണെന്ന് അവന് കണ്ടപ്പോൾ തന്നെ ഉറപ്പായിരുന്നു. അനഘ, എഴുന്നേൽക്കൂ. സിദ്ധാർത്ഥിൻ്റെ ഇടിമുഴക്കമുള്ള ശബ്ദം. അവൾ പേടിയോടെ എഴുന്നേറ്റു. ഇത് ക്ലാസ് മുറിയാണ്. ക്ലാസ് മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥിൻ്റെ വാക്കുകൾ ഒരു ചാട്ടുളി പോലെ അനഘയുടെ നേർക്ക് പാഞ്ഞെടുത്തത്. ഫ്രണ്ടിൻ്റെ സമ്മാനം ക്ലാസ്സിലേക്ക് കൊണ്ടുവരാനുള്ള അനുവാദം ഞാൻ തന്നോ അനഘ? ഇത് എൻ്റെ ക്ലാസ് മുറിയാണ്, പ്രദർശനവേദിയല്ല. അവളുടെ മിഴികൾ പെട്ടെന്ന് ഈറണിഞ്ഞു. ഡെസ്കിന് മുകളിലിരുന്ന ആ ചെറിയ ഗിഫ്റ്റ് പാക്കറ്റിലേക്കും അതിനു മുകളിലെ ചുവന്ന പൂക്കളിലേക്കും സഹപാഠികളുടെ കണ്ണു പാഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ വെച്ചുള്ള ആ പരിഹാസം അവളെ അത്രമേൽ തളർത്തിക്കളഞ്ഞു. അവൾ പതുക്കെ തലയുയർത്തി നോക്കി. ബ്ലാക്ക് ബോർഡിന് മുന്നിൽ കടുപ്പമേറിയ ഭാവത്തിൽ നിൽക്കുന്നുണ്ട് സിദ്ധാർത്ഥ്. താൻ ഏറെ പ്രണയിക്കുന്ന തൻ്റെ ഇംഗ്ലീഷ് ലെക്ചറായ സിദ്ധാർത്ഥ് സർ. പക്ഷെ അയാളുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് പ്രണയമായിരുന്നില്ല, മറിച്ച് അടക്കി പിടിച്ച അമർഷമായിരുന്നു. അവൾ അറിയാതെ തൻ്റെ മുടികളിൽ ഒന്ന് തൊട്ടു. ഗിഫ്റ്റിനോടൊപ്പം ഉണ്ടായിരുന്ന റോസാപ്പൂക്കളിൽ ഒന്നെടുത്ത് അവൾ നേരത്തെ മുടിയിൽ തിരുകിയിരുന്നു. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ആളിപ്പടർപ്പ് വന്നു. അത് ഊരി മാറ്റി അനഘ, അയാൾ പൗരുഷമായി പറഞ്ഞു. അനഘയ്ക്ക് ആ വേദനയുടെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പിന്തിരിഞ്ഞു നടന്നു. അയാൾക്ക് ദേഷ്യം ആ പൂവിനോടല്ല, അത് നൽകിയ ആളോടാണ്, അഭിരാമിനോട്. അവളുടെ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരൻ. ഇന്ന് ഇതേ കോളേജിൽ മറ്റൊരു ലെക്ചറായി അവൻ എത്തിയതും അനഘയുമായുള്ള അവൻ പുലർത്തുന്ന ആത്മബന്ധവും സിദ്ധാർത്ഥിനെ അത്രമേൽ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. മറ്റൊരു പുരുഷൻ്റെ സാമീപ്യം പോലും അവളിൽ പതിയുന്നത് സഹിക്കാൻ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിലെ കാമുകന് കഴിയുമായിരുന്നില്ല. പുറമെ അധ്യാപകൻ്റെ ഗാംഭീര്യം നടിക്കുമ്പോഴും ഉള്ളിൽ അവളോടുള്ള പ്രണയം ഒരു നീറുന്ന കനലായി അയാൾ കൊണ്ടു നടന്നിരുന്നു. അനഘ വിറക്കുന്ന കൈകളുടെ ആ പൂവ് മുടിയിൽ നിന്നും മാറ്റി. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഹൃദയമൊന്ന് പിടഞ്ഞുപോയി. അവളെ ചേർത്ത് പിടിച്ച് മാപ്പ് ചോദിക്കണമെന്ന് തോന്നിപ്പോയ നിമിഷമായിരുന്നു. പക്ഷെ ആ പൂവ് അഭിരാം നൽകിയതാണെന്ന ചിന്ത അയാളെ വീണ്ടും കഠിന ഹൃദയനാക്കി മാറ്റി. സിദ്ധാർത്ഥ് ആ ചുവന്ന റോസാപ്പൂ അവളുടെ കൈകളിൽ നിന്നും പിടിച്ചു വാങ്ങി.
ബലമായി അത് വേസ്റ്റ് ബക്കറ്റിലേക്ക് എറിഞ്ഞു. ചതഞ്ഞരഞ്ഞ ആ ദളങ്ങൾക്കൊപ്പം അനഘയുടെ ഹൃദയവും ഒന്ന് പിടഞ്ഞു. അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ആ ചുവന്ന റോസാപ്പൂക്കൾ. അയാൾ വീണ്ടും ക്ലാസ് പുനരാരംഭിച്ചു. വായുവിൽ ഷേക്സ്പിയറിൻ്റെ വരികൾ മുഴങ്ങുന്നുണ്ടായിരുന്നുവെങ്കിലും അനഘയുടെ ലോകം ആ വേസ്റ്റ് ബാസ്ക്കറ്റിലെ ചുവന്ന ദളങ്ങളിൽ തങ്ങി നിൽക്കുകയായിരുന്നു. പാഠഭാഗങ്ങളിൽ നിന്നും അവളുടെ ശ്രദ്ധ പൂർണ്ണമായും വിട്ടുപോയെന്ന് തിരിച്ചറിഞ്ഞ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ വീണ്ടും കലി പടർന്നു. അനഘ, ഞാൻ ഇപ്പോൾ പറഞ്ഞ വരികളുടെ അർത്ഥം ഒന്ന് വിശദീകരിക്കാമോ? അയാളുടെ ശബ്ദത്തിൽ ഗാംഭീര്യം നിറഞ്ഞു നിന്നിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് നിന്നു. മിഴികൾ താഴ്ത്തി വിറക്കുന്ന അധരങ്ങളുമായി അവൾ മൗനത്തിൻ്റെ തടവറയിലായി. ചുറ്റുമുള്ളവരുടെ നോട്ടം അവളെ പൊള്ളിച്ചു. ചോദിച്ചത് കേട്ടില്ലേ? അതോ ആ പൂവ് ബാസ്ക്കറ്റിൽ എറിഞ്ഞു പോയതിൻ്റെ സങ്കടം ഇതുവരെ തീർന്നില്ലേ നിനക്ക്? അയാളുടെ പരിഹാസം ക്ലാസ് ഒരു നേർത്ത ചിരി പടർത്തി. മൗനവ്രതം അനുഷ്ഠിക്കാനല്ല, ഇത് കന്യാസ്ത്രീ മഠമൊന്നുമല്ല. അറിയില്ലെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജവമെങ്കിലും കാണിക്കണം. അയാൾ അവളെ കഠിനമായി ശകാരിച്ചു. ഓരോ വാക്കുകളും അവളിൽ മുറിവുകളുണ്ടാക്കി. ഒടുവിൽ ബെഞ്ചിന് പിന്നിലിരുന്ന വിദ്യാർത്ഥി പതുക്കെ പിറുപിറുത്തു. സാർ, അവൾ ഒരു പൂവ് തലയിൽ ചൂടിയതിന് സാർ എന്തിനാ ഇത്ര ഇറിറ്റേറ്റ് ആകുന്നത്? അതൊരു വലിയ തെറ്റൊന്നുമല്ലല്ലോ അവൾ ചെയ്തതും. സിദ്ധാർത്ഥിൻ്റെ നോട്ടം ആ വിദ്യാർത്ഥിയിലേക്ക് നേരെ തിരിഞ്ഞു. ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്നത് പോലെ അയാൾ ആ പെൺകുട്ടിയെ ഒന്ന് നോക്കി. ഇവിടെ ആര് എന്തിന് എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ ക്ലാസ്സിൽ അനാവശ്യമായി ചർച്ചകൾ വേണ്ട. എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയാൽ മതി. അയാളുടെ ശബ്ദം കേട്ട് ക്ലാസ് മുറിയുടെ ചുവരുകൾ തട്ടി പ്രതിധ്വനിച്ചു നിന്നു. അന്തരീക്ഷം വല്ലാതെ വലിഞ്ഞു മുറുകിയിരുന്നു. അനഘ അപ്പോഴും തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. അവളുടെ ഒരു തുള്ളി കണ്ണുനീർ ഡെസ്കിൽ വീണു പടർന്നുപോയി. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഉള്ളിലെ ദേഷ്യം പെട്ടെന്ന് ഒരു കൂട്ടം കുറ്റബോധമായി മാറി. പക്ഷെ പുറമേ അത് കാണിക്കാൻ അയാളുടെ അഹംഭാവം സമ്മതിച്ചില്ല. പെട്ടെന്ന് ബെല്ലടിച്ചു. ഒരു നിമിഷം ആ ക്ലാസ് മുറിയിലേക്ക് പടർന്ന നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് തൻ്റെ ബുക്കുകൾ കയ്യിലേക്കെടുത്തു. പുറത്തേക്ക് നടക്കുമ്പോൾ വാതിലിനടുത്തെത്തിയ അയാൾ ഒന്ന് നിന്നു. തിരിഞ്ഞു നോക്കിയില്ലെന്ന് കരുതിയില്ലെങ്കിലും മനസ്സ് അറിയാതെ ആ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കിപ്പോയി. തളർന്നിരിക്കുന്ന അനഘയെയും അവൾ നോക്കുന്ന ആ വേസ്റ്റ് ബാസ്ക്കറ്റിനെയും ഒന്ന് നോക്കി അയാൾ വേഗത്തിൽ നടന്നു നീങ്ങി. ഉള്ളിലെ പ്രണയത്തിൻ്റെ തിരമാലകൾ അടിക്കുമ്പോഴും പുറമെ അയാൾ ഒരു കഠിനഹൃദയനായ അധ്യാപകനായി അഭിനയിക്കുകയായിരുന്നു.